സിലു ടോക്സ് സൽഹ ഒരു ഫാമിലി വ്ളോഗറാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ ഇപ്പോൾ വേർപിരിഞ്ഞിരിക്കുന്നു. അക്കാര്യം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ വലിയ വിവാദം എന്ന് തന്നെ പറയാം. ഒരു ഭാഗത്ത് ഭർത്താവിൻ്റെ ആക്രമണങ്ങൾ, മറുഭാഗത്ത് സോഷ്യൽ മീഡിയയിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ ആക്രമണങ്ങൾ. ഇതിൻ്റെ എല്ലാം ഇടയിൽ ഒരു പെൺകുട്ടി വല്ലാതെ തകർന്നടിഞ്ഞു കിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. കഴിവിൻ്റെ പരമാവധി ഒരു ബന്ധം തകർന്നു പോകാതിരിക്കുവാൻ വേണ്ടി അവർ പരിശ്രമിച്ചു. വിഷയങ്ങൾ പുറം ലോകത്ത് അറിയിക്കാതിരിക്കുവാൻ വളരെയധികം പൊതിഞ്ഞു സൂക്ഷിച്ചു. ഒടുവിൽ ഒട്ടും പറ്റാതെ വന്നപ്പോൾ, മാത്രവുമല്ല പ്രേക്ഷകരുടെ ആവർത്തിച്ചുള്ള ചോദ്യങ്ങളും കൂടി അഭിമുഖീകരിക്കേണ്ടി വന്നപ്പോൾ അവർ കാര്യങ്ങൾ വന്ന് പരസ്യമായി സമൂഹത്തോട് തുറന്നു പറഞ്ഞു. 17-ാം വയസ്സിൽ ഈ പെൺകുട്ടി വിവാഹിതയായി എന്നാണ് പറയുന്നത്. സത്യത്തിൽ ഈ വിവാഹം തന്നെ ആ സമയത്ത് നിയമപരമായി തെറ്റാണ്. 17-ാമത്തെ വയസ്സിൽ പെൺകുട്ടികളെ കല്യാണം കഴിച്ചു വിടുന്നത് ഇന്ത്യൻ നിയമപ്രകാരം വലിയൊരു തെറ്റാണ്. അതിന് മറുപടി പറയേണ്ടത് ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കളാണ്. തുടർന്ന് ഈ യുവതി 5 കുട്ടികളെ പ്രസവിച്ചു. സോഷ്യൽ മീഡിയയിലേക്ക് ഫാമിലി വ്ളോഗുമായിട്ട് അവർ വരികയാണ്. അത്യാവശ്യത്തിന് കുട്ടികളെയൊക്കെ വെച്ചുകൊണ്ടുള്ള തരക്കേടില്ലാത്ത വ്ളോഗുകളൊക്കെ ചെയ്തുകൊണ്ടാണ് അവർ മുൻപോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ചുരുങ്ങിയ കാലം കൊണ്ട് 13 ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സിനെയാണ് തനിക്ക് ലഭിച്ചത്. എന്ന് വെച്ചാൽ തരക്കേടില്ലാതെ ജീവിച്ചു പോകുവാനുള്ള വരുമാനം സോഷ്യൽ മീഡിയയിൽ നിന്ന് തന്നെ അവർക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ കഴിഞ്ഞു. എന്നാൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന പ്രശ്നം, ഇവരുടെ ഭർത്താവ് വളരെ ഗുരുതരമായ വ്യക്തിത്വ വൈകല്യങ്ങൾക്ക് ഉടമയായ ഒരു മനുഷ്യനാണ്. എന്ന് വെച്ചാൽ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന മാനസിക പ്രശ്നത്തിന് അടിമയായ ഒരുത്തനാണ്. ഗഫൂർ എന്നാണ് മേപ്പടിയാൻ്റെ പേര്. അയാൾ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളുടെ വീഡിയോ ക്ലിപ്പാണ് ആദ്യം നിങ്ങൾ കണ്ടത്. ആ വീഡിയോ ക്ലിപ്പിലുള്ളത് അയാളുടെ കുട്ടികളെയാണ്. വളരെ ചെറിയ കുട്ടികളാണ്. ആ കുഞ്ഞുങ്ങളുടെ മുൻപിൽ വെച്ച് അവരുടെ അമ്മയോട് അയാൾ അക്രമാസക്തനാകുന്ന രംഗങ്ങളാണ് നമ്മൾ കണ്ടത്. മാത്രവുമല്ല, ഇയാളുടെ പൂർവ്വകാല ചിത്രങ്ങളെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്, ഒരു ഉത്തരവാദിത്വവുമില്ലാതെ കുടുംബത്തിൻ്റെ എല്ലാ ചുമതലകളും ആ ഒരു സ്ത്രീയുടെ ചുമലിലേക്ക് ഇട്ടുകൊടുക്കുകയും അവർ യൂട്യൂബിൽ വ്ളോഗ് ചെയ്തുണ്ടാക്കുന്ന പണം കൊണ്ട് ബിസിനസ്സുകൾ തുടങ്ങുകയും പിന്നീട് ബിസിനസ്സുകൾ നഷ്ടത്തിലാണ് എന്ന് പറഞ്ഞത് പൂട്ടുകയും അടുത്തത് ആരംഭിക്കുകയും കടങ്ങൾ വരുത്തി വെക്കുകയും ഈ കടങ്ങളൊക്കെ ആ സ്ത്രീയെ കൊണ്ട് വീട്ടിക്കുകയും അതിനെതിരെ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വല്ലാത്ത മനുഷ്യൻ. പുറം ലോകത്തോട് തുറന്നു പറയുന്ന ഒരു വീഡിയോയുടെ അവസാനം അവർ ഇങ്ങനെ കൂട്ടിച്ചേർക്കുന്നുണ്ട്: അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നിടത്തോളം മാത്രമേ ഒരു സ്ത്രീയുടെ കുടുംബം അല്ലെങ്കിൽ ജീവിതം നല്ല രീതിയിൽ മുൻപോട്ട് പോവുകയുള്ളൂ എന്ന് വെച്ചാൽ ഇനി അഡ്ജസ്റ്റ് ചെയ്യാൻ അവർ തയ്യാറായിരുന്നുവെങ്കിൽ കുറച്ചു കാലം കൂടി ഇത് ഉന്തിത്തള്ളി മുൻപോട്ട് കൊണ്ടുപോകാമായിരുന്നു എന്ന സാരം. ചുരുക്കത്തിൽ അവരും മടുത്തു. ഇപ്പോൾ അവരുടെ ജീവിതം തന്നെ തകർന്നിരിക്കുകയാണ്. ഈ ഫാമിലി വ്ളോഗും പരിപാടിയും ഒക്കെയായി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ ഓരോ ദിവസങ്ങളിലും സമൂഹത്തെ വീഡിയോകൾ കൂടി കാട്ടിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ജീവിതം അടിപൊളിയാണ്, ഒന്നിനും കുറവില്ലാത്ത സമാധാനപൂർണമായ സംതൃപ്തമായ ജീവിതമാണ് അവർ നയിക്കുന്നത്, ജീവിതം അവർ ആസ്വദിക്കുകയാണ്, ഇങ്ങനെയൊക്കെയുള്ളൊരു ചിത്രമാണ് ഈ വ്ളോഗുകളിൽ കൂടി സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത്. അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന പ്രേക്ഷകർക്ക് സ്വാഭാവികമായും തോന്നും, അത്തരത്തിലുള്ളൊരു ജീവിതം എനിക്ക് ലഭിച്ചിരുന്നുവെങ്കിലെന്ന്. എന്നാൽ റിയാലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ, നമ്മിൽ പലരും സ്വർഗീയ സമാധാനം അനുഭവിച്ചുകൊണ്ടാണ് മുൻപോട്ട് ജീവിതം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മുടെ മുൻപിൽ ഈ ഫാമിലി വ്ളോഗ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെയൊന്നും ജീവിതം ഈ പറയുന്നത് പോലെ അടിപൊളിയൊന്നുമല്ല. ഒരു നെരിപ്പോട് പുകഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ അവരുടെയൊക്കെ ജീവിതം അങ്ങനെ പുകഞ്ഞു നീറുകയാണ് എന്നുള്ള കാര്യം നമ്മിൽ ആരും അറിയുന്നില്ല. അതെല്ലാം മറച്ചു വെച്ചിട്ട് ഒരു മുഖം മൂടി ഇട്ടുകൊണ്ട് അവർ അഭിനയിക്കുകയാണ്. ഉദരം മൂലം ബഹുകൃത വേഷം എന്നൊക്കെ പറയുന്നത് തന്നെ. അങ്ങനെ അഭിനയിച്ച് ജീവിച്ചത് കൊണ്ട് തന്നെയാണ് ഈ സൽഹ എന്ന് പറയുന്ന സ്ത്രീക്ക് ഇത്രത്തോളം അഡ്ജസ്റ്റ്മെന്റുകൾക്ക് തയ്യാറാകേണ്ടിയും വന്നത്. ഈ വ്ളോഗുകളിൽ കാണുന്ന ദൃശ്യങ്ങൾക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു ജീവിതമാണ് സത്യത്തിൽ അവർക്കുള്ളത് എന്ന് അവരുടെ പ്രേക്ഷകരറിഞ്ഞാൽ, സമൂഹം മനസ്സിലാക്കിയാൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് മറ്റാരേക്കാളും അധികം ഇവർക്ക് നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ അഡ്ജസ്റ്റ്മെന്റുകൾ ഇത്രയും കാലം നടന്നുകൊണ്ടിരുന്നത്. പല ഫാമിലി വ്ളോഗേഴ്സിൻ്റെയും അവസ്ഥ ഇതിനു മുമ്പ് നമ്മൾ പലപ്പോഴും കണ്ടതാണ്. എന്നാൽ ഇവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത് ശരിക്കും ഗാർഹിക പീഡനമായിരുന്നു. അനുഭവിക്കാവുന്നതിൻ്റെ പരമാവധി ശാരീരികമായും മാനസികമായും അവർ അനുഭവിച്ചിട്ടുണ്ട്. ഒട്ടും സഹിക്കാൻ പാടില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിയപ്പോൾ അവർ ആ 5 പിഞ്ചു കുഞ്ഞുങ്ങളുമായി അയാൾക്ക് വീടും വിട്ടുകൊടുത്ത് അവകാശങ്ങളൊന്നും നേടിയെടുക്കുവാനുള്ള ശ്രമം നടത്താതെ മറ്റൊരിടത്തേക്ക് ഓടി രക്ഷപ്പെട്ടു. സത്യം പറഞ്ഞാൽ ഈ സ്ത്രീയുടെ 17-ാമത്തെ വയസ്സിലാണ് വിവാഹിതയായത് എന്ന് പറയുന്നു. 17-ാമത്തെ വയസ്സെന്ന് വെച്ചാൽ ജീവിതം എന്താണെന്ന് പോലും വ്യക്തമായി അറിയാത്ത പ്രായം. പാറിപ്പറന്ന് ഉല്ലാസത്തോടെ ആസ്വദിച്ച് മുൻപോട്ട് പോകേണ്ട ഒരു പെൺകുട്ടി ആ പ്രായത്തിൽ അവൾ ഭാര്യയായി, പിന്നാലെ അമ്മയായി. തീർന്നില്ല, വീണ്ടും അമ്മയായി, പിന്നെയും അമ്മയായി. അങ്ങനെ 5 തവണ. സ്വപ്നങ്ങളോ പഠനമോ സ്വയം കണ്ടെത്താനുള്ള അവസരങ്ങളോ ഒന്നും അവരുടെ ചെറിയ പ്രായത്തിൽ അവർക്ക് ലഭിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ളൊരു ശൈശവ വിവാഹത്തിന് തല വെച്ച് കൊടുക്കുന്നതിൽ കൂടി അവരുടെ വിദ്യാഭ്യാസം, വ്യക്തിത്വ വികാസം, സ്വപ്നങ്ങൾ, തിരഞ്ഞെടുപ്പുകൾ ഇതൊക്കെയാണ് ആ ചെറിയ പ്രായത്തിൽ തകർക്കപ്പെട്ടത്. ഇത് ഒട്ടനവധി ആൾക്കാർ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യേണ്ട ഒരു സംഭവമാണ്. നമ്മുടെ കുടുംബങ്ങളിലുള്ള പല പെൺകുട്ടികളും മാതാപിതാക്കൾക്ക് ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ ഭാരമാണ്.
ഉത്തരവാദിത്തം എന്നൊക്കെ പറയുന്ന ആ വാക്ക് പൊക്കി വെച്ചുകൊണ്ടാണ് അവർ പെൺകുട്ടികളെക്കുറിച്ച് സംസാരിക്കുന്നത്. അവർക്ക് തിരഞ്ഞെടുപ്പിന് യാതൊരു തരത്തിലുള്ള അവകാശങ്ങളും ഇവിടെ ഒന്നും ലഭിക്കാറില്ല. ഒരു വിധത്തിൽ കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങളാണ് ഈ കാര്യങ്ങളിൽ നടക്കുന്നത് എന്നുള്ളത് പറയാതിരിക്കുവാൻ കഴിയില്ല. എന്തായാലും ഈ പെൺകുട്ടി ആ പരീക്ഷണ ഘട്ടങ്ങളെയെല്ലാം അതിജീവിച്ച് ഒരു വിധത്തിൽ പറഞ്ഞാൽ മറ്റുള്ളവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി സ്വയം ഇല്ലാതെയായി അങ്ങനെ ഉന്തിത്തള്ളി മുൻപോട്ട് പോവുകയാണ്. പക്ഷേ ചെന്ന് കയറുന്ന കുടുംബജീവിതം സമാധാനപൂർണ്ണമല്ല എങ്കിൽ അതിന് എന്ത് ന്യായീകരണമാണ് നിരത്താൻ പറ്റുക? ഭർത്താവിൽ നിന്നുള്ള നിരന്തരമായ ഗാർഹിക പീഡനം, ശാരീരികവും മാനസികവുമായിട്ടുള്ള ആക്രമണങ്ങൾ. ഗാർഹിക പീഡനം എന്ന് പറഞ്ഞാൽ അടിയേറ്റ പാടുകൾ മാത്രമാണ് എന്ന് വിചാരിക്കരുത്. അത് ഭയമാണ്, അത് അപമാനമാണ്, നീ ഒന്നുമല്ല എന്ന് ദിവസവും കേൾക്കേണ്ടി വരുന്ന വാക്കുകളാണ്. സ്വന്തം വ്യക്തിത്വത്തിന് യാതൊരു വിലയും കൽപ്പിക്കാതെ മറ്റൊരാൾ സമ്പൂർണ്ണ ആധിപത്യം ചെലുത്തി മുൻപോട്ട് പോകുന്നൊരവസ്ഥയാണ്. ഇത് സഹിച്ച് എങ്ങനെയാണ്, എത്ര കാലമാണ് ജീവിക്കാൻ കഴിയുക? കൊച്ചു കുഞ്ഞുങ്ങളുടെ മുൻപിൽ വെച്ച് അമ്മയെ ആക്രമിക്കുന്ന ഒരു പുരുഷൻ, അവിടെ അയാൾ ഒരു ഭർത്താവല്ല, ഒരു പിതാവുമല്ല. അവിടെ ശരിക്കും അധികാരത്തിന്റെ ദുർവിനിയോഗമാണ് നടക്കുന്നത്. ആണധികാരത്തിന്റെയും പുരുഷ മേധാവിത്വത്തിന്റെയും വലിയൊരു ധാർഷ്ട്യം. 5 കുഞ്ഞുങ്ങളാണ് ഇവർക്കുള്ളത്. വാസ്തവത്തിൽ ഈ കുഞ്ഞുങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അവരാരുടെ പക്ഷത്താണ് നിൽക്കേണ്ടത്? അങ്ങനെ ആരുടെയെങ്കിലും പക്ഷം പിടിക്കുവാൻ പോലും അതുങ്ങൾക്ക് പ്രായമായിട്ടില്ല. അത്രയ്ക്ക് പിഞ്ചുകുട്ടികളാണ്. അവർക്ക് ഉമ്മയും ഉപ്പയും ഒക്കെ നിഷ്കളങ്കമായി സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ള ആ കുരുന്നു കുഞ്ഞുങ്ങൾ അവരെന്താണ് കണ്ടു വളരുന്നത്? അച്ഛൻ്റെ പീഡനം, അമ്മ കരയുന്നു, അച്ഛൻ കയർത്ത് സംസാരിക്കുന്നു, വീടിനകത്ത് നിലനിൽക്കുന്ന ഭയപ്പെടുത്തുന്ന അന്തരീക്ഷം, നിരന്തരം അടി, ബഹളം, കുറ്റപ്പെടുത്തലുകൾ, ഇതുമാത്രമാണ് അവർ കണ്ടു വളരുന്നത്. ഇതിവരുടെയൊക്കെ മനസ്സിൽ വലിയ ഡ്രോമയായിട്ട് മാറും. അവർ വലുതാകുമ്പോൾ അക്രമികളെ പോലെ പെരുമാറിയാൽ അതിൽ ഒരു കാരണവശാലും അവരെ നമുക്ക് കുറ്റപ്പെടുത്തുവാൻ കഴിയില്ല. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലേക്ക് അവരെ തള്ളിവിടുകയാണ്. കുട്ടികൾ ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ കാണാൻ നിർബന്ധിതരാവുകയാണ്. ഇമോഷണൽ അബ്യൂസാണ് ഇവിടെ നടക്കുന്നത്. ഇതൊക്കെ നല്ല ഒന്നാം തരം ശിക്ഷ അർഹിക്കുന്ന കുറ്റം തന്നെയാണ്. നമ്മൾ കണ്ട ആ വീഡിയോ ക്ലിപ്പിൽ ഈ കുരുന്നു കുഞ്ഞുങ്ങളുടെ മുൻപിൽ വെച്ച് ഭാര്യയുമായി വഴക്കുണ്ടാക്കി അയാൾ ഈ കസേരകളൊക്കെ ധാർഷ്ട്യത്തോടെ ചവിട്ടി തെറിപ്പിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇത് ദൂരെ എവിടെയുമല്ല, അവർ താമസിക്കുന്ന വീട്ടിലാണ്. അവിടെ ക്യാമറ ഉണ്ടെന്നുള്ള കാര്യം ഇയാൾക്ക് അറിയില്ലേ? അറിയാം. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇയാൾ ഇത് ചെയ്യുന്നത്. 2 കസേര അങ്ങോട്ടും ഇങ്ങോട്ടും ചവിട്ടി തെറിപ്പിക്കുന്നത് വലിയ കുറ്റമാകുമോ എന്നുള്ളതാണ് പുള്ളിയുടെ മനസ്സിലെ ചിന്ത. എന്നാൽ ഈ ക്യാമറകളുടെ മുൻപിൽ വെച്ച് ഇത്രയും വയലന്റായി പെരുമാറുന്ന ഒരുത്തൻ ക്യാമറ ഇല്ലാത്ത ഇടത്ത് സ്വന്തം ബെഡ്റൂമിൽ എന്തായിരിക്കും കാട്ടിക്കൂട്ടുക? ഇത്തരത്തിലുള്ള ആൾക്കാരോട് പറയാൻ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ദയവ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയോടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനോടോ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ഇനി അഥവാ അടിച്ചു പിരിയേണ്ട സാഹചര്യമാണ് ഉള്ളതെങ്കിൽ പോലും അത് നിങ്ങളുടെ കൊച്ചു കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ ചെയ്യരുത്. നിങ്ങളുടെ കോപം 10 മിനിറ്റ് കഴിയുമ്പോൾ കെട്ടടങ്ങും. അത് കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും പഴയ മനുഷ്യനായി മാറും. എന്നാൽ ഈ കുരുന്നു കുട്ടികളുടെ ബുദ്ധി ഉറയ്ക്കാത്ത മനസ്സിൽ വന്നു വീഴുന്ന മുറിപ്പാടുകളുണ്ടല്ലോ, അത് ഭയാനകമാണ്. അത് അവരെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് അതീവ ഗുരുതരമായ പല പ്രതിസന്ധികളിലുമായിരിക്കും. ആ മുറിവിനെ ഉണക്കിയെടുക്കുവാൻ നിങ്ങൾക്ക് കഴിയില്ല. ഈ കാലത്ത് നാം കൂടുതലായി കേട്ടുവരുന്നൊരു പദമാണ് ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നൊക്കെയുള്ളത്. അതൊരു ട്രെൻഡി ആയിട്ടുള്ള വാക്കല്ല, ഗുരുതരമായൊരു മാനസിക പ്രശ്നമാണ്. അങ്ങനെയുള്ള ആൾക്കാർ എല്ലാം ഞാൻ എന്ന അച്ചുതണ്ടിന് ചുറ്റിലും കറങ്ങിക്കൊണ്ടിരിക്കണം എന്ന് നിർബന്ധമുള്ളവരാണ്. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും ഒരിക്കലും കുറ്റം അവരുടേതായിരിക്കില്ല, മറ്റുള്ളവരുടേതായിരിക്കും. ഭാര്യ സദാസമയവും തൻ്റെ നിയന്ത്രണത്തിൻ്റെ കീഴിൽ തന്നെ ആയിരിക്കണം എന്ന നിർബന്ധം വെച്ചു പുലർത്തുന്ന ആൾക്കാരാണ് ഇങ്ങനെയുള്ളവർ. ഇവിടെ പണമുണ്ടാക്കുന്നത് ഭാര്യയാണ്, അയാൾ ആ പണം ചിലവഴിക്കുന്ന മെഷീനാണ്. പണം ഉണ്ടാക്കുക എന്നുള്ളത് ഭാര്യയുടെ ഉത്തരവാദിത്തമായിട്ടാണ് അയാൾ കണക്കാക്കിയിരിക്കുന്നത്. താൻ അധികാരി ആയതുകൊണ്ട് ആ പണം എന്ത് ചെയ്യണമെന്നുള്ളത് തൻ്റെ മാത്രം അധികാര പരിധിയിലുള്ള കാര്യമാണ്. അത് ചോദ്യം ചെയ്യുവാൻ ഭാര്യയ്ക്കും വേറെ ആർക്കും അവകാശമില്ല. ഈ മാനസിക രോഗിയെ ഇത്രത്തോളം സഹിച്ച പെൺകുട്ടി അയാൾക്കൊപ്പം കഴിഞ്ഞുവെന്ന് വെച്ചാൽ അവളുടെ കഴിവിൻ്റെ പരമാവധി അവൾ സഹിച്ചു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. എന്തിനു വേണ്ടി? സമൂഹത്തിന് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി. ഒരു സ്ത്രീ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള സമൂഹത്തിൻ്റെ തിട്ടൂരങ്ങൾക്ക് വേണ്ടി. പക്ഷേ ഒരെൻഡിലെത്തിയപ്പോൾ എല്ലാം തകർന്നു, എല്ലാ സഹനങ്ങളും പൊളിഞ്ഞു വീണു. അവൾ വീട് വിട്ടിറങ്ങി. ആ പോക്ക് അതൊരു ഒളിച്ചോട്ടമല്ല, അത് ജീവൻ രക്ഷിക്കുവാൻ വേണ്ടിയുള്ളൊരു മരണപ്പാച്ചിലായിരുന്നു. അതിൽ അവരെ കുറ്റപ്പെടുത്തുവാൻ കഴിയില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ അവരത് ചെയ്തില്ല എങ്കിൽ ഒരുപക്ഷെ ചില നാളുകൾ കഴിയുമ്പോൾ ആ സ്ത്രീയും ഈ കുഞ്ഞുങ്ങളും ഈ ഭൂമിയുടെ മുഖത്ത് പിന്നെ ജീവനോടുണ്ടാകാനുള്ള സാധ്യത തന്നെ വളരെ വിരളമാണ്. ഇവിടെ സമൂഹം ചോദിക്കുന്ന വലിയൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അത് കണ്ടില്ല എന്ന് നടിച്ചു പോകാൻ കഴിയില്ല. എന്തിനാണ് നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലെ സകല കാര്യങ്ങളും ക്യാമറകൾക്ക് മുമ്പിൽ വന്നിങ്ങനെ വിളമ്പുന്നത്? അതുകൊണ്ടല്ലേ ലോകം മുഴുവനും ഇത് കേൾക്കുകയും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നത്. കുട്ടികളുടെ ചിരിയും കളിയും ദാമ്പത്യത്തിലെ വഴക്കുകളും പ്രശ്നങ്ങളും ആശുപത്രിയും കടവും എല്ലാം കണ്ടന്റായി മാറുകയാണ്. ഒന്നിനും ഒരു സ്വകാര്യതയുമില്ല. അങ്ങനെ ഒന്നിനും സ്വകാര്യത ഇല്ലാതെയാകുമ്പോൾ അവിടെ മാനവികതയും ഇല്ലാതെയാകും. അത് നിങ്ങൾ മനസ്സിലാക്കിയില്ല.
സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ക്രിയേറ്റർമാർ, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ഇതിനെയൊക്കെ കണ്ടന്റാക്കി മാറ്റുന്നതിൽ രണ്ടാൾക്കാരും അവരവരുടെ വീഡിയോകളിൽ അഭിപ്രായം പറയുമ്പോൾ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇത് മുന്നമേ കൂട്ടി തീരുമാനിക്കുകയും മുന്നമേ കരുതുകയും ചെയ്യേണ്ട കാര്യമാണ്. കാരണം പൊതുജനം പല വിധമാണ്. അവർ പല തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയും. അവരുടെ വായ് മൂടിക്കെട്ടുവാൻ നിങ്ങൾക്കൊരിക്കലും കഴിയില്ല. അതുകൊണ്ട് ഇതെല്ലാം ഉൾക്കൊള്ളുവാനുള്ളൊരു മനക്കരുത്ത് കൂടി ഉണ്ടാക്കിയെടുത്തിട്ട് ഈ ഫാമിലി വ്ളോഗ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുൻപോട്ടിറങ്ങിത്തിരിക്കാവൂ. കാരണം അനധിവിദൂര ഭാവിയിൽ ഒരു വൻ ദുരന്തമായി കലാശിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും മുൻപിൽ വരുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയുവാൻ കഴിയണം. എന്നിരുന്നാൽ തന്നെയും ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു വെക്കുകയാണ്. ആ സ്ത്രീ അവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും വന്നിട്ട് തുറന്ന് സമൂഹത്തിന്റെ മുമ്പിൽ സംസാരിക്കേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടു. അങ്ങനെ അവർ ലോകത്തോട് സംസാരിച്ചപ്പോൾ ആ വീഡിയോയുടെ കീഴിൽ ഒട്ടനവധി കമന്റുകൾ കൊണ്ടും അപ്പോൾ തന്നെ കണ്ടമാനം റിയാക്ഷൻ വീഡിയോകൾ കൊണ്ടും വല്ലാതെ അവരെ ആക്രമിക്കുന്ന ചില സംഭവങ്ങൾ കൂടി കാണുവാൻ കഴിഞ്ഞു. അതിൽ പലതിനെയും അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന പേരിൽ നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. ഒരു വിധത്തിൽ ആ സ്ത്രീയുടെ ജീവിതത്തിലെ രണ്ടാമത്തെ പീഡനമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും ഗഫൂർ ഖാൻ കളിച്ച് അവസാനം പണി ഇരന്നു വാങ്ങുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. നിങ്ങൾ കാട്ടിക്കൂട്ടിയിട്ടുള്ള എല്ലാ തെമ്മാടിത്തരങ്ങളുടെയും കൃത്യമായ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അത് നിങ്ങളെ അപമാനിക്കുവാൻ വേണ്ടി നിങ്ങളുടെ ഭാര്യ പുറത്തുവിട്ടതുമല്ല, സത്യാവസ്ഥ എന്താണ് എന്ന് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി ഒരു വ്യക്തിക്ക് അയച്ചു കൊടുത്തതാണ്. ഷെഫീന ബീവി അവരുടെ ചാനലിൽ കൂടി അത് വ്യക്തമായി തുറന്നു പറയുന്നുണ്ട്. ഈ വീഡിയോയിൽ കാണുന്ന ഈ സിനാരിയോ ഉണ്ടല്ലോ, ഇത് വ്യക്തമായി പറഞ്ഞാൽ അവൻ കാണിച്ചൊരു പോകൃത്തത്തിന്റെ ഒരു കാര്യം മാത്രമാണ്. അവള് വീട്ടിൽ CCTV വെച്ചത് കൊണ്ട് മാത്രം കിട്ടിയ ഒരു ക്ലിപ്പിംഗ് ആണ്. ഇതെനിക്ക് ഓൺ ടൈം അയച്ചാണ്, ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തെടുത്തതാണ്. എൻ്റെ അടുത്ത് ഈ ഓൺ ടൈം കളിയൊന്നും കളിക്കരുത് ദയവ് ചെയ്ത്. ഞാൻ പറഞ്ഞതല്ലേ, ഞാൻ മൊത്തം ക്യാമറ കൊണ്ട് നടക്കുന്നത്. ഞാനൊരു ബിഗ് ബോസാണ്, ചെറിയ ബിഗ് ബോസ്. ഏതായാലും അതിനകത്ത് അയാൾ കാണിക്കുന്ന ആറ്റിറ്റ്യൂഡ് കണ്ടപ്പോൾ ഞാൻ ഈ വീഡിയോ മറച്ചു വെക്കുന്നത് ശരിയല്ലെന്ന് എനിക്ക് തോന്നി. ചിലപ്പോൾ സിലുവിന് അത് മറച്ചു വെക്കണമെന്നുണ്ടായിരിക്കും, എനിക്കത് മറച്ചു വെക്കാൻ വയ്യ. കാരണം ഇവൻ ഈ അട്രോസിറ്റി അവിടെ കാണിക്കുന്ന സമയത്ത് 5 കുഞ്ഞുങ്ങളിൽ ഒരാൾ മാത്രമേ മിസ്സിംഗ് ഉള്ളൂ, ബാക്കി 4 പേരും അവിടെയുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അട്രോസിറ്റി, ഗാർഹിക പീഡനമാണ് അവിടെ നടക്കുന്നത്. ആ കുട്ടികൾ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഇരിക്കുന്ന സമയത്ത് അവരെ കൺസേൺ ചെയ്യാതെ അവൻ ചവിട്ടി തെറിപ്പിക്കുകയാണ്. ഇത് ഏതെങ്കിലും ഒരു കുഞ്ഞിന്റെ പിറത്ത് കൊണ്ടെങ്കിലോ, ആ പൊടി കുഞ്ഞ് അവിടെ ഇരിക്കുന്നു അതിന്റെ പിറത്ത് കൊണ്ടെങ്കിലോ. എന്തായാലും ഗഫൂർ ഖാൻ ഭാര്യയ്ക്ക് മറുപടി പറയുവാൻ വേണ്ടി പെട്ടെന്ന് തന്നെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി. ആ ചാനലിൽ കൂടി അത്യാവശ്യം കാര്യങ്ങളൊക്കെ സമൂഹത്തോട് പറയുകയും വേണം. അപ്പോൾ തന്നെ ഊഞ്ഞാൽ കച്ചവടവും നടത്തണം. ഇവിടെ വളരെ രസകരമായ ഒരു ഊഞ്ഞാൽ കച്ചവടമൊക്കെ നടക്കുന്നുണ്ട്, ഒന്ന് കണ്ടു നോക്കി. ഇതൊക്കെ കളിച്ച് കളഞ്ഞ ആരും കരത്തൂട്ടി പോയിരിക്കുമ്പോൾ അവരെ ഇറക്കിവിട്ട് വന്നിട്ട് എൻ്റെ മക്കൾ വന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വീഡിയോ എടുക്കും, അമ്മ വേണം പറഞ്ഞു. ഞങ്ങൾ എനിക്ക് പറ്റില്ല, വേണ്ട പറഞ്ഞു. പിന്നെ സങ്കടപ്പെടണ്ട, കാരണം നമുക്ക് നമ്മളെ കഴിയുന്നത് നമ്മൾ ചെയ്യും. അതാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. എനിക്ക് ഫസ്റ്റ് ഭക്ഷണം കിട്ടി തന്നിട്ടുണ്ട് നിങ്ങൾ കുട്ടികൾക്ക് ബുക്ക്. ഞാൻ നിങ്ങളെ വിളിച്ചപ്പോ എന്തായാലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് മനസ്സിലായി, കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ആദ്യം തന്നെ തരാൻ പറഞ്ഞിട്ടുണ്ട്. ഈ സ്ത്രീ എവിടുന്ന് കെട്ടി എഴുന്നള്ളിച്ച് വന്നതാണ് എന്ന് സംശയമുണ്ട്. സത്യത്തിൽ ഈ ഭക്ഷണം കഴിക്കാനില്ലാത്ത അവസ്ഥ വരുമ്പോഴേക്കും അഭിമാനം മാറ്റിവെച്ചിട്ട് ആൾക്കാർ കൊച്ചു കുഞ്ഞുങ്ങളുമൊക്കെ ആയിട്ട് തെണ്ടാൻ ഇറങ്ങില്ലേ? ആൾക്കാരുടെ മുഖത്ത് നോക്കുമ്പോഴേക്കും അവർ വിങ്ങിപ്പൊട്ടും, കരയും. ഒരു 10 രൂപ അല്ലെങ്കിൽ ഒരു 100 രൂപ അവരുടെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുമ്പോഴേക്കും അവർ വല്ലാതെ ഇമോഷണലി പൊട്ടിപ്പോവുകയും ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്യില്ലേ? അതുപോലെ തന്നെയാണ് ഈ സ്ത്രീ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. ഒരു ഊഞ്ഞാല് സ്വന്തം കുഞ്ഞിന് കളിക്കാൻ കൊടുത്തതിലുള്ള ആ നന്ദിയാണ് ഇവരറിയിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ ഒരു ഊഞ്ഞാൽ ഈ കുട്ടിയുടെ ജീവിതത്തിൽ അത്രമാത്രം അനിവാര്യമായിരുന്നു. അങ്ങനെ ഒരു സാധനം കിട്ടിയില്ലായിരുന്നുവെങ്കിൽ അതോടുകൂടി മുഴുവൻ തീർന്നേനെ എന്ന ഫീലാണ് ഇത് കാണുമ്പോഴുണ്ടാകുന്നത്. എന്തൊരു കഷ്ടമാണിതൊക്കെ. എന്തായാലും ഗഫൂർ ഖായ്ക്ക് പറയാനുള്ളതും കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം. അതിൽ ഒന്നാമത്തെ കാര്യങ്ങൾ ഒരുപാട് ആൾക്കാർ കമന്റ്സ് ചോദിച്ചിട്ടുണ്ട്, ഈ വീട് മക്കൾക്ക് കൊടുത്തുകൂടെ, എന്തിനാ വിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പൊ ഞാൻ ഒരിക്കലും എന്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല ഈ വീട് വിൽക്കുന്നത്. സെൽഹാനോട് സമ്മതത്തോടെ, സെൽഹാനോട് ചോദിച്ച സമ്മതത്തോടെയാണ് ഈ വീട് വിൽക്കുന്നത്. വീട് വെക്കുന്നതിന് പ്രത്യേകം ഇങ്ങനെ വീട് ഞാൻ ഇവിടെ പോയി കഴിഞ്ഞാൽ ഈ വീട് ഇങ്ങനെ ഇടാൻ പറ്റില്ല, ഇട്ട് കഴിഞ്ഞാൽ കേട് വന്നു പോകും, വാടക കൊടുത്താലും ശരിക്കും നോക്കിയൊന്നും വരില്ല. അതുകൊണ്ടൊക്കെയാണ് വിൽക്കുന്നത്. വേറെ പ്രത്യേക കാരണം, നമ്മള് 20 സെന്റ് സ്ഥലം സെൽഹ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു തൊട്ടപ്പുറത്ത്. അപ്പൊ ആ സ്ഥലത്ത് വീട് കെട്ടും വേണം. അപ്പൊ അതിനൊക്കെ ക്യാഷ് വേണ്ട. അപ്പൊ ഇത് വിറ്റ് കഴിഞ്ഞാൽ ആ ക്യാഷ് അതിന് തന്നെ ഉപയോഗിക്കാം. അപ്പൊ അതൊക്കെ മക്കൾക്ക് തന്നെയാണ്, യാതൊരു മാറ്റവും ഇല്ല. പിന്നെ ചെലവിന് കൊടുക്കുന്ന കാര്യത്തിനെ കുറിച്ച് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചെലവിന് ഞാൻ തന്നെയാണ് കൊടുക്കുന്നത്, ഫുൾ ചെലവ്, എല്ലാ സാധനങ്ങളും എല്ലാം ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അത് പോരാത്തതിന്
ഫീസ് എല്ലാം അത് ലൈഫ് ടൈം എൻ്റെ ഉത്തരവാദിത്തമാണ്. ഞാൻ ഒരിക്കലും മാറ്റില്ല, അതെന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടൊന്നും അങ്ങനെ വേവലാതി ചെയ്യുന്നില്ല എന്ന് വിചാരിക്കേണ്ട, എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ യൂട്യൂബിൽ എന്താണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കൊണ്ടൊക്കെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നാമത് യൂട്യൂബിൽ ഞാൻ വന്നാലേ എന്നെ വരുത്തിയതാണ്. പിന്നെ എനിക്ക് യൂട്യൂബിനെ കുറിച്ച് ഒന്നും അറിയില്ല. കാരണം ഒരു കമന്റ് എൻ്റെ വാട്സപ്പിൽ സാധനത്തിന് വേണ്ടി കമന്റ്സിൽ യൂട്യൂബ് നമ്പറും GPay നമ്പറൊക്കെ അദ്ദേഹങ്ങളൊക്കെ പിൻ ചെയ്യാൻ അടക്കം അറിയില്ല, അതാ അവസ്ഥ. പിന്നെ ഒരു വോയിസ് ഓവർ കൊടുക്കാൻ അറിയില്ല, ഒന്നും അറിയില്ല, ഒക്കെ പഠിച്ചു വരുമായിരിക്കും. അപ്പൊ എൻ്റെ ഒക്കെ ഓൺ വോയിസ് ആണ് ഇടുന്നത്. അപ്പൊ തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം. പിന്നെ എനിക്ക് അതിൽ പറയാനുള്ള കാര്യം, പിന്നെ എനിക്ക് വരുമാനത്തിന് വേണ്ടിയല്ല യൂട്യൂബ് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് എനിക്ക് 4-5 ഷോപ്പ് സ്റ്റേഡിയത്തിലുണ്ട്, അത്യാവശ്യം നല്ല വരുമാനം ഉണ്ട് അൽഹംദുലില്ലാ. പിന്നെ കടങ്ങളൊന്നുമില്ല, കടങ്ങൾ ഉണ്ടായിരുന്നു വീടിൻ്റെ സെൽഹ വിട്ടുകാരും നിങ്ങൾക്ക് അറിയാം. പിന്നെ പ്രത്യേകിച്ച് വേറെ കടങ്ങളൊന്നുമില്ല, അത്യാവശ്യം നല്ല വരുമാനമുണ്ട്. പിന്നെ ഈ യൂട്യൂബിൽ അത്യാവശ്യം നമുക്ക് വണ്ടി ഈ ഊഞ്ഞാല് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വിൽക്കുക എന്നുള്ള കൂടി ഉദ്ദേശത്തോടെയാണ് വന്നിരിക്കുന്നത്, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ എനിക്ക് വേറെ പറയാനുള്ളത് റിയാക്ഷൻകാരോടാണ്. റിയാക്ഷൻ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നല്ല കാര്യം തന്നെയാണ്. റിയാക്ഷൻ, നെഗറ്റീവ് കമന്റ് ഒക്കെ നമ്മൾ യോജിക്കുന്നു, അതിലൊന്നും യാതൊരു വിധ തർക്കവും. പക്ഷെ അറിയാത്ത കാര്യങ്ങൾ ക്ലിക്ക് ബൈറ്റിന് വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇടും, അത് സ്വാഭാവികം. ക്ലിക്ക് ബൈറ്റ് കിട്ടിയാലേ വീഡിയോ പോകുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ഞാനും സലിയ ഒരിക്കലും ഡിവോഴ്സ് ആയെന്ന് എവിടെയും സലിയ പോലും പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ പറയുക, സെപ്പറേറ്റ് ആയിരുന്നു പറഞ്ഞിട്ടുള്ളൂ, അതേ പറയുള്ളൂ. പക്ഷെ ഇല്ലാത്ത കാര്യങ്ങൾ നുണ പറയുമ്പോൾ നിങ്ങളുടെ അത് റിയാക്ഷൻ ചെയ്യുന്ന മറ്റുള്ളവരുടെ ക്വാളിറ്റിയാണ് അതിൽ ബാധിക്കുക. നുണ പറയുന്നതുകൊണ്ട് ആ ക്വാളിറ്റി ബാധിക്കും. ഒരുപാട് ആൾക്ക് നല്ല നല്ല വീഡിയോ റിയാക്ഷൻ നമ്മുടെ സായി സാറ്, പിന്നെ അത് നമ്മുടെ കൈസ്, അവരൊക്കെ നല്ല രീതിയിൽ കൃത്യമായിട്ട് ആൾക്കാർക്ക് കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കുന്നുണ്ട്. അതൊക്കെ വളരെ അങ്ങനെ തന്നെയാണ് വേണ്ടത്. അല്ലാതെ ഈ നുണ പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യം അത്ര അംഗീകരിക്കാൻ പറ്റില്ല. അത് പിന്നീട് അവർക്ക് തന്നെ ബാധിക്കുക, അതിൽ കാര്യമില്ല. പിന്നെ നെഗറ്റീവ് കമന്റ്സ് ഇടുമ്പോൾ വളരെ നോക്കി കണ്ടൊക്കെ ഇടുക. കാരണം നെഗറ്റീവ് കമന്റ്സ് തന്നെ നമ്മുടെ എനർജി. എന്നാലും ഇല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോഴാണ് അത് ബുദ്ധിമുട്ട്. ഇല്ലാത്ത കാര്യം ഉള്ള കാര്യം പറയുന്നതുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല, ഇല്ലാത്ത കാര്യം പറയുമ്പോഴാണ് അതൊരു തിരിച്ചടിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പറയാനുള്ള ഇതൊക്കെ വരുത്തുക. നിങ്ങൾ ഈ പറയുന്നതൊക്കെ ആൾക്കാർ വിശ്വസിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ പുറത്തു വന്ന ആ വീഡിയോ ക്ലിപ്പ് ഉണ്ടല്ലോ, ഷഫീന ബീവി തന്റെ ചാനലിൽ കൂടി പുറത്തുവിട്ട ആ വീഡിയോ ക്ലിപ്പ്, നിങ്ങൾ അക്രമാസക്തനാകുന്ന ആ വീഡിയോ ക്ലിപ്പ്, ആ സംഗതി പുറത്തു വന്നില്ലായിരുന്നുവെങ്കിൽ ഏകദേശമൊക്കെ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റുമായിരുന്നു. ഈ വീഡിയോ ക്ലിപ്പ് നിങ്ങളെ പൊളിച്ചടുക്കിയിരിക്കുകയാണ്. നിങ്ങൾ പറയുന്നതും നിങ്ങൾ കാട്ടിക്കൂട്ടുന്നതുമെല്ലാം ശുദ്ധ കള്ളത്തരങ്ങളും നാടകങ്ങളുമാണ് എന്നുള്ളത് ലോകം ഇപ്പോൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ന്യായീകരിക്കാൻ ഒന്നുമില്ല. അതുകൊണ്ട് നിയമത്തിന്റെ മുൻപിൽ നിങ്ങൾ മറുപടി പറഞ്ഞേ പറ്റൂ. കാരണം നിങ്ങൾക്കുള്ള ചായയും വടയും ഉടനെ എത്തും എന്നാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. എന്തായാലും പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കണ്ട. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം.